ഏതൊരു ട്രേഡറുടെയും പ്രധാനപ്പെട്ട ഫ്രണ്ട് ആരാണ്? അതെപ്പോഴും ട്രെൻഡാണല്ലേ. അപ്പോൾ ഹൈ സ്ട്രക്ചറിൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ബൈ ചെയ്യാനും ഒരു ലോവർ ലോ സ്ട്രക്ചറിൽ താഴത്തോട്ട് വരുമ്പോൾ സെല്ല് ചെയ്യാനും എല്ലാ ആളുകൾക്കും വളരെ എളുപ്പമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റുകൾ നിങ്ങൾ എപ്പോഴാണ് എൻ്റർ ചെയ്യാറ്? ഒരു സിങ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് എൻ്റർ ചെയ്യാറ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കൃത്യമായിട്ട് സിങ് ലോയിൽ മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയാലോ? ഒരു മികച്ച റിസ്ക് റിവാർഡിൽ ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് വലിയ ടാർഗറ്റുകളെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ബോട്ടം ഫിഷ് ചെയ്യുക അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻഡിക്കേറ്റർ അത് എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യാം, ആ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കൃത്യമായിട്ട് പരിചയപ്പെടാം. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ഔട്ട്സ്. ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഹൈ സ്ട്രക്ചറിലും ലോവർ ലോ സ്ട്രക്ചറിലും കൃത്യമായിട്ട് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാം. അത് നമ്മൾ ഓൾഡ് വീഡിയോസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. സ്വിംഗ് ട്രേഡിങ്ങിലൊക്കെ സൂപ്പർ ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് എത്ര നേരം ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യണമെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചതുമാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ട്രെൻഡ് റിവേഴ്സൽ ഐഡന്റിഫൈ ചെയ്താലത്തെ ഗുണം എന്താണ്? ചെറിയ സ്റ്റോപ്പ് ലോസിന് എൻ്റർ ചെയ്യാം, എന്നിട്ട് ആ ഒരു ട്രെൻഡ് മൊത്തം നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ട്രെൻഡ് റിവേഴ്സൽസിന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പേര് CCI എന്നുള്ളതാണ്. ഈ ഒരു ഇൻഡിക്കേറ്റർ പ്രീവിയസ് മാർക്കറ്റിന്റെ ഡാറ്റ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പ്രീവിയസ് സിംഗ് ലോനേക്കാൾ നമ്മൾ ഓവർ ബോൾഡ് ആണോ ഓവർ സോൾഡ് ആണോ എന്ന് ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ കാണിച്ചു തരും. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ -100 മുതൽ +100 വരെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പുറത്തേക്ക് താഴത്തോട്ട് -200 വരെയും +200 വരെയും വാല്യൂസ് ഉണ്ട്. -100ന് താഴെയാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിന്റെ വാല്യൂ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം പ്രീവിയസ് ലോനേക്കാൾ താഴെയാണ് ഇതിൻ്റെ ഓവർ സെൽ സോൾഡ് അല്ലെങ്കിൽ ഓവറായിട്ട് സെല്ലേഴ്സ് ഇവിടെ ഉണ്ട്, അപ്പോൾ അതൊരു തിരിയാൻ നിൽക്കുന്ന ഒരു ഏരിയ ആണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 100ൻ്റെ എബോവ് ആണെങ്കിലോ ഓവർ ബോൾ സോൺ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എന്താ ഗുണം? മാർക്കറ്റ് മാക്സിമം സെല്ല് ചെയ്ത് കഴിഞ്ഞു, ഇനിയും എപ്പോൾ റിവേഴ്സ് ആകും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഒറ്റയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട, ഇൻഡിക്കേറ്റർ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ട്രേഡ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആക്ച്വൽ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. RSI ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായ കാര്യമാണ്. RSIയേക്കാൾ വളരെ മികച്ച ഒരു അക്യൂറസി നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാൻ നേരെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഈ CCI എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററും അതിൻ്റെ കൂടെ മൂവിങ് ആവറേജ് ക്രോസ് ഓവറും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇൻട്രാഡേയിൽ ട്രെൻഡ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഒരു 5 മിനിറ്റിൻ്റെ ചാർട്ടാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാനിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ചാർട്ടിൽ ഞാനിപ്പോൾ ഓൾറെഡി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അഗെയിൻ ആഡ് ചെയ്ത് കാണിക്കാം. സോ ഇൻഡിക്കേറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് CCI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കമ്മോഡിറ്റി ചാനൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ RSI ഇങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, റൈറ്റ്? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇവിടെ -100 to 100 ആണ് ഇത് മൂവ് ചെയ്യുക. -100ൻ്റെ ബിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവർ സെൽ സോണാണ്. സോ 100ൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഓവർ ബോൾ സോണാണ്. അപ്പോൾ ഇത് റിവേഴ്സൽ എവിടെയാണെന്നാണ് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഉറപ്പാണ് ഈ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് നമുക്ക് മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റേഴ്സ് കൂടി ആഡ് ചെയ്യുക. സോ 2 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. EMI നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക, മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക. മൂവിങ് ആവറേജ് ടൈപ്പ് ചെയ്യുക. 2 പ്രാവശ്യം നിങ്ങൾ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ ആഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യം. ഇത് രണ്ടും നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങളുടെ ചാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് ഒരെണ്ണം 50 ഡേ മൂവിങ് ആവറേജും ഒരെണ്ണം 20 ഡേ മൂവിങ് ആവറേജ് ആക്കി മാറ്റാം. ഒരെണ്ണം 50 ഡേ സെറ്റിങ്സിൽ ഞാൻ കാണിച്ചു തരാം. ഇത് 20 ഡേ മൂവിങ് ആവറേജ് ആണെങ്കിൽ അടുത്ത എന്താണ് 50 ഡേ മൂവിങ് ആവറേജ് ആണ്. അപ്പോൾ എന്താണ് ഗുണം? 50 ഡേ സ്ലോ മൂവിങ് ആവറേജും ഈ പറയുന്ന 20 ഡേ ഫാസ്റ്റ് മൂവിങ് ആവറേജും ആണ്. അപ്പോൾ 50 ഡേ മൂവിങ് ആവറേജിനെ 20 ഡേ മൂവിങ് ആവറേജ്, ഇപ്പോൾ ഞാനത് ബ്ലാക്കും ഗ്രീനും ആയിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
നമ്മുടെ ഈ ഒരു ഗ്രീൻ മൂവിങ് ആവറേജ് 20-ഡേ മൂവിങ് ആവറേജ് നമ്മുടെ 50-ഡേ മൂവിങ് ആവറേജിനെ ക്രോസ് ഓവർ ചെയ്യുന്നു എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഡ്യൂട്ടി. ഇത് ക്രോസ് ഓവർ ചെയ്യുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ക്രോസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് കണ്ടീഷൻ. എന്നാൽ ഈ മൂവിങ് ആവറേജ് ഒരു ഡിലൈഡ് ഇൻഡിക്കേറ്ററാണ്, വളരെ സ്ലോ ആയിട്ട് മാത്രം നമുക്ക് സിഗ്നൽസ് തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്രോസ് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ CCI എവിടെയാണ് എന്ന് നോക്കുക. ഓവർ ബോൾഡ് ആണോ ഓവർ സെല്ലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ക്രോസ് ഓവർ കിട്ടണം. ക്രോസ് ഓവർ എന്താണ്? മുകളിലോട്ട് ക്രോസ് ഓവറാണ്. അപ്പോൾ മുകളിലോട്ട് ക്രോസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ CCI താഴെ വരുന്നത് അപ്പോഴാണ് നമ്മൾ ട്രേഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഓൾറെഡി അപ്പായി, ചിലപ്പോൾ കുറച്ചുകൂടി മുകളിൽ പോവാം, എന്നിട്ട് താഴെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആര് പറയുന്നത്? CCI പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് ഓവർ കിട്ടി, എഗെയിൻ മാർക്കറ്റ് താഴെ വന്നു, CCI 100-ന് താഴെ പോയി, 100-ന് താഴെ പോയി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ. എന്താണ്? CCI 100-ന് താഴെ പോയി. ഇനി CCI 100-ന് താഴെ പോയതിന് ശേഷം തിരിച്ച് വന്ന് ഈ പറയുന്ന -100-ൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ബൈ എൻട്രി പോകാൻ സാധിക്കുന്നതാണ്. നോക്കൂ, ഇവിടെ ക്രോസ് ഓവർ കിട്ടി, മാർക്കറ്റ് ചെറുതായിട്ട് അപ്പോയി താഴെ വന്ന് CCI മൈനസിൽ നിന്ന് -100 ക്രോസ് ഓവർ, ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റ് കൂടി നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ലോങ് പൊസിഷൻ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ പോകുന്ന സമയത്ത് എത്ര പെർഫെക്റ്റ്ലി ആണ് ഒരു സിംഗ് ലോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് എന്നാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മളെ പറഞ്ഞു തരുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഗുണവും അതാണ്. അപ്പോൾ നമുക്ക് എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു ഹയർ ഹൈ സ്ട്രക്ചറിൽ ഫസ്റ്റ് സിംഗ് ലോയിൽ നമുക്കൊരു എൻട്രി കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ മൂവിങ് ആവറേജ് ഇല്ലാതെ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഡ്രോയിങ്സ് ഞാൻ കളഞ്ഞു. ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചർ, ഒരു റിവേഴ്സൽ പാറ്റേൺ വരുന്ന സമയത്ത്, സോ ഇത് 5 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു റിവേഴ്സൽ പാറ്റേൺ, ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഡബിൾ ടോപ്പ്. ഇവിടെ ഈ ഒരു ഡബിൾ ടോപ്പ് വന്ന അതേ സമയത്ത് എന്ത് വന്നിട്ടുണ്ട്? ഇവിടെ ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട്. CCIയിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ RSI ഡൈവർജൻസ് ഒക്കെ ചെയ്യുന്ന അതേ സെറ്റപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഒരു ഡൈവർജൻസ് ആയിട്ട് പലപ്പോഴും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്? മാർക്കറ്റ് ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി, പക്ഷേ ആദ്യം ഉണ്ടാക്കിയ CCIയുടെ പ്രൈസിനേക്കാൾ കുറവിലാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഒരു ഡൈവർജൻസ് ആയിട്ട് പല സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ടം സ്ട്രക്ചർ നോക്കൂ. ഈ ഒരു ബോട്ടം സ്ട്രക്ചറിൽ ഇതൊരു ഡബിൾ ബോട്ടം ആണെന്ന് പറയണമെങ്കിൽ കുറച്ച് ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോകണം. നമുക്കൊരു 3 മിനിറ്റിലോട്ട് പോയാൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഡബിൾ ബോട്ടം സ്ട്രക്ചറാണ്. ഈ ഒരു ഡബിൾ ബോട്ടം സ്ട്രക്ചറിലും എന്തുണ്ട്? ഒരു പ്രോപ്പർ ഡൈവർജൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുണ്ട്? ഒരു ഡൈവർജൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡൈവർജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്ന ലോയിനേക്കാൾ വലിയ പ്രൈസാണ് ഇവിടെ. എന്നിട്ട് CCIയുടെ വാല്യൂ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആണെങ്കിലും CCIയുടെ പ്രൈസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൈവർജൻസ് എന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൈവർജൻസ് കൂടി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് വളരെ മികച്ച ഒരു ട്രേഡിംഗ് ടൂൾ തന്നെയാണ്. മൂവിങ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ട്രെൻഡ് കണ്ടുപിടിക്കാനും ആ ട്രെൻഡിൻ്റെ സിംഗ്ലോയിൽ എൻ്റർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ CCI വളരെ മികച്ച ഒരു ടൂൾ തന്നെയാണ്. ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെയുണ്ട്? അടിപൊളി ഇൻഡിക്കേറ്റർ ആണ് അല്ലേ? ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെറിയ ക്വാണ്ടിറ്റിക്ക് ട്രേഡ്സ് ചെയ്ത് ഒരു കൺഫർമേഷൻ ആയി ഒരു 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആക്ച്വൽ ട്രേഡിങ്ങിലോട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്യുക. ഉറപ്പാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളുടെ ട്രേഡിങ്ങിനെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.